മധുര മീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി വടക്കേ നടയിൽ വച്ച് ഭദ്രകാളിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയുന്നു. തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായികയാണ് കണ്ണകി. നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിക്കുകയും മാറുപറിച്ചെറിഞ്ഞുകൊണ്ട് മധുര നഗരം ചുട്ടരിക്കുകയും ചെയ്തു എന്നതാണ് കാവ്യത്തിലെ ഇതിവൃത്തം. കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം കഴിച്ചു. കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു. കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചിലവാക്കി. ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു. കണ്ണകി സ്വമനസാലെ തൻ്റെ ചിലമ്പുകൾ കോവലന് നൽകുകയും ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലൻ മധുരയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പ്രഭാത ഭക്ഷണം കഴിച്ച് കോവലൻ നഗരത്തിലേക്ക് പോയി. ഇതിനായി കോവലൻ സമീപിച്ചത് രാജ്യത്തെ മുഖ്യ സ്വർണ്ണപ്പണിക്കാരനെ തന്നെയായിരുന്നു. രാജ്ഞിയുടെ ചിലമ്പുകൾ ഇതിനകം തന്നെ സൂക്ഷിച്ചിരുന്ന കൗശലക്കാരനായ സ്വർണ്ണപ്പണിക്കാരൻ രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പുകൾ കോവലന്റെ പക്കലുണ്ടെന്ന് രാജാവിനോട് പരാതിപ്പെട്ടു. പാണ്ഡ്യ രാജാവായ നെടും ചെഴിയനായിരുന്നു അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത്. ആ നിമിഷം കൊട്ടാരത്തിലെ നർത്തകിമാരുടെ പ്രകടനത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചതിന് തന്നോട് ദേഷ്യപ്പെട്ട രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ രാജാവ് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ നഷ്ടപ്പെട്ട ചിലമ്പ് വീണ്ടെടുക്കുന്നത് അവളെ സമാധാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് രാജാവ് കരുതി. രാജാവ് കള്ളനെ കൊല്ലുവാൻ തൻ്റെ കാവൽക്കാരനോട് ആജ്ഞാപിച്ചു. അങ്ങനെ നിരപരാധിയായ കോവലൻ അന്ന് ഉച്ചയോടെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. തൊട്ടടുത്ത സ്ഥലത്ത് താമസിക്കുന്ന കണ്ണകി മരണവാർത്തയറിഞ്ഞു ഭർത്താവ് വീണ സ്ഥലത്തേക്ക് ഓടിയെത്തി. അവളെ കണ്ടതിന് ശേഷം കോവലന്റെ ആത്മാവ് ഇഹലോകം വെടിഞ്ഞു. ഇതെറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പാഞ്ഞെത്തി. കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പുകൾ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറിത്തെറിച്ചു. രാജ്ഞിയുടെ ഒരു ചിലമ്പുകൾ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി. ഇതു കേട്ട രാജാവും രാജ്ഞിയും തങ്ങളുടെ തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖത്താൽ മരിച്ചു വീണു. തുടർന്ന് കണ്ണകി മധുരൈ നഗരം മുഴുവൻ അഗ്നിക്കിരയാക്കാൻ ശപിച്ചുകൊണ്ട് നഗരവീഥികളിലൂടെ നടന്നു. മധുര നഗരം അഗ്നിക്കിരയായി. രാജ്യം നശിച്ചു. തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനഷ്ടവും ധനനഷ്ടവും ഉണ്ടായി. നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചു. കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു. ഈ കഥ ഇളങ്കോ അടികൾ ചിലപ്പതികാരം എന്ന മഹാകാവ്യമായി എഴുതി. കഥയിലെ ഒരു വൈരുദ്ധ്യം കോവലന്റെ രഹസ്യ കാമുകിയായ മാധവിയെയും കണ്ണകിയെ പോലെ തന്നെ പരിശുദ്ധയായ ഒരു സ്ത്രീയായി കാണിക്കുന്നു എന്നതാണ്. കേരളീയ സംസ്കാരത്തിൽ കണ്ണകിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രപരവും സാംസ്കാരികവുമായ തലങ്ങളിൽ അവ ദർശിക്കാവുന്നതാണ്. വിശ്വാസികൾ ഭദ്രകാളിയുടെ അവതാരമായി കണ്ണകിയെ കണക്കാക്കുന്നു. കണ്ണകിയുടെ ക്ഷേത്രം ചേരൻ ചെങ്കട്ടുവൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇടുക്കി ജില്ലയിലെ കുമളിയിലുള്ള അതിപുരാതനമായ മംഗളാദേവി ക്ഷേത്രവും ചേരൻ ചെങ്കട്ടുവൻ നിർമ്മിച്ചതായി കരുതുന്നു. മധുര മീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരെത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ചു ഭദ്രകാളിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയുന്നു. ഇതേ കണ്ണകി തന്നെയാണ് പരിസര പ്രദേശങ്ങളിലെ കൊരട്ടി എന്നിവിടങ്ങളിലെ ക്രിസ്തീയ ദേവാലയങ്ങളിലും ആരാധനാമൂർത്തിയായി കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും വരവിൽ അനവധി ക്ഷേത്രങ്ങൾ ക്രിസ്തീയ ദേവാലയമാക്കി മാറ്റിയിട്ടുണ്ട്. പല ക്രിസ്തീയ ദേവാലയങ്ങളിൽ കുറച്ചു കാലം മുൻപ് വരെ ഹൈന്ദവ ആചാരം നിലനിന്നിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആറ്റുകാൽ പൊങ്കാലയുമായും കണ്ണകിയെ ബന്ധപ്പെടുത്തിയ ഐതിഹ്യമുണ്ട്. കൊടുങ്ങല്ലൂരിലേക്ക് പോയ കണ്ണകി ആറ്റുകാലിൽ വിശ്രമിച്ചു എന്നും പിന്നീട് മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകിയെന്നതും ഒരു കഥയാണ്.